ഡൗട്ടായിട്ട് വന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഒരു ട്രെയിൻ സെർട്ടൻ ഡിസ്റ്റൻസ് യൂണിഫോം സ്പീഡിലാണ് പോയത്. ഈ ട്രെയിൻ 12 കിലോമീറ്റർ ഫാസ്റ്റർ ആയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ടേക്കൺ 8 hours ലെസ് ദാൻ ദ ഷെഡ്യൂൾ ടൈം. ഇഫ് ദ ട്രെയിൻ വെയർ സ്ലോവർ ബൈ 12 കിലോമീറ്റർ പെർ അവർ, ദ ട്രെയിൻ വുഡ് ഹാവ് ടേക്കൺ 12 hours മോർ ദാൻ ദ ഷെഡ്യൂൾ ടൈം. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ജേണിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് CHSLൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് കുറച്ച് നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം എന്ന് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഇവിടെ എന്താണ്, ഡിസ്റ്റൻസ് സെയിം ആണ്. അതായത് ഡിസ്റ്റൻസ് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഇവിടെ ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഫോർമുല ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ, വളരെ കുറച്ച്. അപ്പോൾ അങ്ങനെ ഫോർമുല ഉപയോഗിക്കേണ്ട ഒരു ടൈപ്പ് പ്രോബ്ലംസാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, അപ്പോൾ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിലുള്ള ആ ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് ഫോർമുല ഉണ്ട്. ഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പീഡ്, ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്. ആദ്യം S1 എന്ന് പറയുന്ന സ്പീഡിൽ പോകുന്നു. S1 നിന്നും രണ്ടാമത്തെ സ്പീഡ് S2 പോകുന്നു. അപ്പോൾ S1 ഇതാണ് ഒറിജിനൽ സ്പീഡ്. അതിപ്പോൾ എന്തായി, കൂടിയോ കുറയോ ചെയ്ത് S2 ആയി. ഡിവൈഡഡ് ബൈ S1 മൈനസ് S2ൻ്റെ എന്താണ്, മോഡുലസ് എന്ന് പറഞ്ഞാൽ ആ ഡിഫറൻസ് ഇൻറ്റു ΔT, ടൈമിലുണ്ടാകുന്ന ചേഞ്ച്. ഇതായിരിക്കും നമ്മുടെ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആകുമ്പോഴും സ്പീഡ് ചേഞ്ച് ചെയ്താൽ ടൈം ചേഞ്ച് അറിയാം, സ്പീഡ് ചേഞ്ച് അറിയാമെങ്കിൽ ആ ഡിസ്റ്റൻസ്, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുലയാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഞാൻ വേറെ കളർ എടുക്കാം. ഇത് വെച്ച് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ രണ്ടിടത്തും ഡിസ്റ്റൻസ് സെയിം ആണ്. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ ഡിസ്റ്റൻസിന് നമുക്ക് എങ്ങനെ എഴുതാം, 12 കിലോമീറ്റർ ഫാസ്റ്റർ. അപ്പോൾ ഞാൻ S ആണ് ഇനിഷ്യൽ സ്പീഡ് എന്ന് വെച്ചു. S ആണ് ഇനിഷ്യൽ സ്പീഡ്, S ഇൻറ്റു പുതിയ സ്പീഡ് എന്താണ് 12. ഇഫ് ദ ട്രെയിൻ ഹാഡ് മീൻ 12 കിലോമീറ്റർ പെർ അവർ ഫാസ്റ്റർ എന്ന് പറഞ്ഞാൽ S എന്തായി, S+12 ആയി. ഓക്കെ, S+12 ആയി. S2ൻ്റെ വാല്യൂ ആണ് S+12 ഡിവൈഡഡ് ബൈ S1 മൈനസ് S2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, അതിൻ്റെ ഡിഫറൻസ് S മൈനസ് S+12ൻ്റെ Sൻ്റെ ഡിഫറൻസ് എത്രയാണ്, 12 ആണ്. ഇൻറ്റു ΔT എന്ന് പറഞ്ഞാൽ ടൈമിലുണ്ടാകുന്ന ചേഞ്ച്. ടൈമിൽ എത്ര ചേഞ്ച് ഉണ്ടാകുന്നത്, 8 hours ലെസ്. അപ്പോൾ ലെസ്സോ മോറോ അതൊന്നും നമ്മുടെ ഒരു പ്രശ്നമല്ല, പോസിറ്റീവോ നെഗറ്റീവോ അതൊന്നും നോക്കണ്ട. 8 hours ലെസ് എന്ന് പറഞ്ഞാൽ 8 ആണ് ടൈമിലുണ്ടാകുന്ന ചേഞ്ച്. ഇതാണ് ചേഞ്ച്. ഇതേ ഡിസ്റ്റൻസ് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം, S ആയിരുന്നു ഇനിഷ്യൽ സ്പീഡെങ്കിൽ രണ്ടാമത്തെ കേസിൽ എന്താ, ഇഫ് ദ ട്രെയിൻ വെയർ സ്ലോവർ ബൈ 12 മിനിറ്റ്. അപ്പം രണ്ടാമത്തെ സ്പീഡ് എന്താവും, S-12 ആവും ഡിവൈഡഡ് ബൈ ഡിഫറൻസ് 12 ആണ് ഇൻറ്റു ΔT എന്ന് പറഞ്ഞാൽ എത്ര വരും ഇവിടെ, 12 hours മോർ. അപ്പം ΔT എന്ന് പറഞ്ഞാൽ എത്രയാണ്, 12 ആണ്. അപ്പം മോറോ ലെസ്സോ ആയിക്കോട്ടെ, നമുക്ക് അവിടെ ഇതിലൊന്നും പ്രശ്നമില്ല. ഓക്കെ, പിന്നെ അത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, നമുക്ക് Sൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഇത് സ്പീഡിൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, 12 വെട്ടി, ഓക്കെ വേറെ കളർ എടുക്കാം. ഓക്കെ, ഈ കളർ എടുക്കാം, ബ്ലാക്ക് എടുക്കാം. ഓക്കെ, 12 വെട്ടി, പിന്നെ എസ്സും പോയി. ഇവിടെ 8-നകത്ത് 4 വെച്ച് കിട്ടുമ്പോൾ 2, 12-നകത്ത് 4 വെച്ച് കിട്ടുമ്പോൾ 3 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 2S വരും, ഇവിടെ 3 × S 3S വരും. അപ്പോൾ 3S ഇവിടെ നിന്നുള്ള 2S അപ്പുറത്ത് പോകുമ്പോൾ 3S മൈനസ് 2S റൈറ്റ് സൈഡിൽ S വരും. 12 24, 12 3 36 മൈനസ് 36 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 36 ആവും. Sൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 24 36 60 എന്ന് കിട്ടും. അതായത് നമ്മുടെ ഒറിജിനൽ സ്പീഡ് S എന്ന് പറഞ്ഞാൽ എന്താണ്, ഒറിജിനൽ സ്പീഡ് 60 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് എന്ത് വരും, ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഡിസ്റ്റൻസ് പറഞ്ഞാൽ 60, Sന് വരും 60 കൊടുക്കുക. 60/12 എത്ര വരും, 5 വരും. 5 ഇൻറ്റു S+12 എന്ന് വെച്ചാൽ 72 ഇൻറ്റു 8 എത്ര വരും നമുക്ക്, 360 ഇൻറ്റു 8 360 ഇൻറ്റു 8. നമ്മുടെ ആൻസർ പറഞ്ഞാൽ 0 കഴിഞ്ഞിട്ട് 8 ആയിരിക്കും. 0 കഴിഞ്ഞിട്ടുള്ള 2 ഓപ്ഷൻ ഉണ്ട്, നോക്കാം. 2400 60 480 2880 കിലോമീറ്റർ എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാനിത് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാതെ നിങ്ങൾക്ക് എന്താ ഒരൊറ്റ വീഡിയോ ആയിട്ട്, ഒരു 5 മിനിറ്റത്തെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ഈ ഒരു ഫോമിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയാണ് ഇത്രയും സമയം എടുത്തത്. പിന്നെ അടുത്തൊരു പ്രാവശ്യം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ എന്ത് ചെയ്യുന്നതിനെ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ വേഗത്തിൽ ചെയ്യും, 12 കിലോമീറ്റർ ഫാസ്റ്റ്. അപ്പോൾ S ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ S+12 വരും, താഴെ 12 ഉണ്ട്, ഇവിടെയും 12 അറിയാം. എത്ര, ഇവിടെ 8
ഈക്വൽ ടു എസ് മൈനസ് 12 ഇൻറ്റു 12 കിട്ടും. ഇവിടെ തന്നെ 4 വെച്ച് 2 3 എഴുതാം. 3s 2s എസിൻ്റെ വാല്യൂ നമുക്ക് 60 കിട്ടും. അതെടുത്തിട്ട് ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. 60/5. അത് വേണമെങ്കിൽ ആദ്യത്തെ ഇത് എഴുതാം. 60/12 5 ഇൻറ്റു 72 360 360 ഇൻറ്റു 8 2288 0. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. ഈ ഒരു കൺസെപ്റ്റ് അറിയണമെന്ന് മാത്രം. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ ഇതുപോലത്തുള്ള ഒരുപാട് കണ്ടൻറ്റ്, ഒരുപാട് അടിപൊളി മെത്തേഡ്സ് ഒക്കെ കിടപ്പുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ അത് കാണാതെ പോയാൽ നിങ്ങൾക്ക് തന്നെ വലിയ നഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ കമൻറ്റ് വായിച്ചാൽ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനലിൽ ഏകലവ്യ ബാച്ച് ഇപ്പം റെയിൽവേക്ക് വേണ്ടി മാത്സ് എക്സ്പ്രസ് ക്ലാസ്, അപ്പോൾ അതിൻ്റെയൊക്കെ ക്വാളിറ്റി നിങ്ങൾ ജസ്റ്റ് ആ ഒരു 4 ക്ലാസ്സുകളൊന്ന് കണ്ടാൽ മതി. റേഷ്യോ പ്രൊപ്പോർഷനിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, എന്തൊക്കെ ശ്രദ്ധിക്കണം, അതെല്ലാം പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ അർജുന ബാച്ചിലെ, അപ്പോൾ അതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി ഒരു ബാച്ചും ഒരു യൂട്യൂബിൽ തന്നെ കാണില്ല. അപ്പോൾ ആ ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിനാക്കളുടെ സൊല്യൂഷൻ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ആ ഒരു ഓരോ ചാപ്റ്റർ കാണുമ്പോഴും മനസ്സിലാവും. അപ്പോൾ ആ ക്ലാസ്സുകളെല്ലാം കാണുക. നമ്മുടെ കേരളത്തിൽ നിന്നും ഒരുപാട് പേര് എന്ത് ചെയ്യണം, ഓഫീസർമാരായിട്ട് വരണം. നോർത്ത് ഇന്ത്യക്കാർക്ക് മാത്രമല്ല, അതിനുവേണ്ടിയാണ് ഈ ചാനൽ ഞാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മാക്സിമം ചാനൽ ഷെയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാം. നിങ്ങൾക്ക് മെയിൽ അയച്ചാൽ അത് ഞാൻ ഡൗട്ട് വീഡിയോ ആയിട്ട് ക്ലാസ്സുകൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അയച്ചാൽ മതി. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യുക. വലിയ ബോണ്ട് ലൈവ് സൊല്യൂഷൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ക്വാളിറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ക്ലാസ് ഒരെണ്ണം കണ്ടാൽ മതി, പിന്നെ നിങ്ങൾ ബാക്കി കണ്ടോളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.